ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, നമസ്കാരം. കുറച്ചൊക്കെ ആയി നമ്മൾ കണ്ടിട്ട്, വ്ളോഗിലൂടെ കണ്ടിട്ട് നമ്മളൊരു ചെറിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോണ്. ഒരു റീല് കണ്ടിരുന്നു റീസെൻ്റായിട്ട്. തൂമാനം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ടൗണിൻ്റെ അടുത്താണ്. ഒരു റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു 17 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൂമല ഡാമിൻ്റെ അടുത്തുള്ള മിനി ഊട്ടി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ തനിച്ചല്ല, 5 ഉണ്ട്. ഞങ്ങളപ്പോൾ എന്താ പറയുക, ഈ തൂമാനത്തിൻ്റെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി അധികം ഒന്നും കാണിക്കുന്നില്ല. വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് വടക്കാഞ്ചേരി ഹൈവേ എന്നൊരു ഒത്തിരി അങ്ങോട്ട് മാറാനുണ്ട് എന്ന് മാത്രം. വഴി കറക്റ്റ് വലിയ ധാരണയില്ല. മാപ്പ് ഇട്ട് അങ്ങ് പോവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് എന്താണ് അവിടുത്തെ കഥ, ഇപ്പോൾ വെള്ളം ഉണ്ടോ ഇതൊന്നും അറിയില്ല. ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ ഇനി കാണാൻ പറ്റിയില്ല എന്നും വരും. ക്ലോസ് ചെയ്തിട്ടുണ്ടാ ഒന്നും ഒരു പിടുത്തമില്ല. വെറുതെ ഒന്ന് പോയി നോക്കിയിട്ടൊന്ന് വരാം. ഇവിടെ നിന്ന് കേൾക്കും സൗണ്ട്, വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കും. ഒരു പാലയും കാവൊക്കെ ഒക്കെ നമ്മളങ്ങനെ വന്നിട്ടേ ഇതിങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും. ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകണതാണ്. അപ്പോൾ ഇവിടം വരെ നമ്മളെ വണ്ടി വരുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ 2 വീലറൊക്കെ വെച്ചിട്ടുള്ളത് അവിടേക്കുള്ളതാണ്. ഇനി നമ്മൾ നടന്ന് പോകണം. അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, തൂമാനം പാർക്കിംഗ്. അപ്പോൾ കാറൊന്നും ഇടാനുള്ള സൗകര്യമൊന്നും കാണില്ല. 2 വീലർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കൊരു ധൈര്യമായിട്ട് നടക്കാം. പിന്നെ വഴി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മാപ്പിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്, അതിൽ വന്നാൽ മതി. എന്നിട്ട് ആ കറക്റ്റ് വന്ന് എത്തിയിട്ട് ആരെങ്കിലും എടുത്ത് ചോദിക്കുക. കാരണം ഹൈവേന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് നീങ്ങി വരാനുണ്ട്. ഇവിടെ പലർക്കും ചോദിച്ചിട്ട് അറിഞ്ഞില്ല, വെള്ളച്ചാട്ടം അങ്ങനെ വെള്ളച്ചാട്ടം അറിയില്ല എന്ന് പറഞ്ഞു. വേറെ ആരും ചോദിക്കാൻ പറഞ്ഞു. പിന്നെ അതായത് ഇവിടെ ഇങ്ങനെ പൈസ കൊടുത്ത് പാർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അടച്ചിട്ടിരിക്കുകയാണ്, ലോക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരെയൊന്നും കാണുന്നില്ല. ഇതിവിടെ ആകുമ്പോൾ നമുക്ക് കാറൊക്കെ സൗകര്യമായിട്ട് ഇടാം. പുള്ളിക്കാരൻ മറ്റേ ബാക്കി അവിടെ ഇട്ടുള്ളൂ. പാറയിൽ വലിഞ്ഞ് കയറി പോകാൻ അറിയാത്തവർ ഈ വഴി എടുക്കും. ഇങ്ങനൊരു സാധനമുണ്ട് ഇവിടെ. വലിഞ്ഞു കയറി പോയവരതാ വരുന്നത്. വലിഞ്ഞു കയറി പോവാൻ അറിയാത്തവരെ ഈ വഴി തിരഞ്ഞെടുക്കേണ്ടതാണ്. എങ്ങനെയുണ്ട് സ്ഥലം? കുഴപ്പമില്ല. അതെ, ഇത് അറിയാൻ കഴിഞ്ഞത് ഇതൊരു സ്വകാര്യ സ്ഥലമാണ്. ആരും വന്ന് സന്ദർശിക്കണോണ്ടോ വന്ന് കുളിക്കണോണ്ടോ ആർക്കും ഒരു എതിർപ്പില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പം നിലവിൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. വേറെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇനി അതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർ വന്ന് കാണാൻ പറ്റും. ഇത് അത്രയ്ക്ക് അങ്ങനെ ഫേമസ് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. നമ്മളും ഇപ്പോൾ റീസെൻ്റ്ലി ആണല്ലോ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വഴിക്കാണ്ട് കെട്ടി പറയാണ്ട് വാ. ഇവിടെ നിന്ന് ഈ കുഞ്ഞി പാലം മുറിച്ച് കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ നോക്കിയ പാടം ഒന്നുമില്ല എന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ട്. എന്ത് പാടായിരുന്നു. വഴി കൂടെ ഒക്കെ ശ്രദ്ധിച്ച് പോയി നല്ല രീതിക്ക് കുളിച്ചൊക്കെ പോവാം.
പിന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ തിരിച്ചു പോകണൊക്കെ വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ മാർക്കുകൾ വെച്ചിട്ടുണ്ട്. ഇനി അത് മഴ ഉണ്ടെന്ന് വെച്ച് പോവാമോ. ഇവിടുന്ന് ഇങ്ങനെ പോയാൽ നമ്മൾ വന്ന പാലം അങ്ങനെ കയറിയാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഇപ്പം നിലവിൽ ജൂലൈ 5-ാം തീയതി കാരണം മഴയൊക്കെ പെയ്തിരിക്കുന്ന കാരണം വെള്ളമുണ്ട്. വേനൽക്ക് വെള്ളമൊന്നും ഉണ്ടാവില്ല. മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. അയ്യേ എന്തൊരു ഷെഡ് ഉണക്കാണ്ടിരിക്കുന്നു. ആരോ വൃത്തിയായിട്ട പണി. ഇവിടെ സന്ദർശിക്കാൻ വന്നവർ ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആരുമില്ല. എന്തെങ്കിലും പറയാണ്ട് ഇതിനെക്കുറിച്ച്? വെള്ളച്ചാട്ടമാണെന്നല്ലേ പറഞ്ഞു തന്നായിട്ടാ, വലിയ ഉപകാരം. ഇതൊക്കെ ഇവിടുത്തെ മണൽ കാരണം ഇങ്ങനെ ഇവിടെ മണലിൻ്റെ നിറം, അവിടെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ കലക്കണ വെള്ളമാണ് വരുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നായിരുന്നേ. എന്നിരുന്നാലും ആൾക്കാർ കുളിക്കാനൊക്കെ ഉണ്ട് ധൈര്യമായിട്ട്. അത്യാവശ്യം സേഫാണ്. ഒന്നുമില്ല, പാറൊന്നുമില്ല. നല്ല സുഖമായിട്ട് കുളിക്കാം. വേറെ ദിവസം ഇങ്ങോട്ട് കയറാനൊക്കെ നിൽക്കുമ്പോഴായിരിക്കും പ്രശ്നമാണ്. വൺസ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇത് അടച്ചിടും. പിന്നെ ആർക്കും ഒന്നും വരാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കാണ്ട് കുളിക്കുക അല്ലെങ്കിൽ കുറേ വേസ്റ്റ് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്ക് ഫെൻസ് ചെയ്ത് അടയ്ക്കാനോ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഇത് ക്ലോസ് ചെയ്ത് കളയാധികം സമയം വേണ്ടി വരില്ല. അപ്പോൾ തൽക്കാലം ഒന്നും മിണ്ടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നവരത്ര ജെന്റിലായി വരുന്ന കാരണമാണ്. നമ്മൾ ഇതുപോലൊക്കെ തന്നെ സൂക്ഷിക്കുക. ഇനി ഒരു ചെറിയൊരു കുളി പാസ്സാക്കിയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു പോവാണ്. കുളി കഴിഞ്ഞാ? കുളി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലത്. ഞാൻ വിചാരിച്ചാലും അടിപൊളിയാണ്. ഞാൻ വാട്ടർഫാൾസ് ചെറുതാണെന്നൊക്കെ ഉറപ്പ് അത്ര തന്നെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് വന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള ഇതില്ല. വെറുതെ വരാം, ചെറിയൊരു ഔട്ടിങ്ങിന് വരിക, അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇടം. ഇവിടുത്തെ ലോക്കൽസ് തന്നെ അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം. ഞാനിപ്പോൾ നിൽക്കലേ തന്നെ ഒരു 10-20 പേര് ഉള്ള വെയിറ്റുണ്ട്. ഇപ്പോൾ മൊത്തം ഒരു 5-10 പേര് വന്നു പോയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരു 10 പേരുള്ളൂ. കൊറേ ആടുണ്ടല്ലോ. തീറ്റിക്കാൻ കൊണ്ടുപോകല്ലേ? അതെ. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? എവിടെ കൊണ്ട് തീറ്റിക്കും? രാത്രിയൊക്കെ കാണിച്ചു ശനിനെ അവരൊക്കെ അത്യാവശ്യം പിന്നെ കെട്ടിടാത്താരനൊക്കെ അറിയാണ്ട് തിന്നോളും.
ഒക്കെ നാടനല്ലേ? ഇരിഞ്ഞാലൂടെ പഠിക്കുന്ന വരവ് വളരെ കുറവാണ്. ആ അതല്ലേ. ഉണ്ടാവില്ല ആ ചേച്ചിയുടെ മോള് കൂടെ അത്താണിയിൽ മെഡിക്കൽ കോളേജിൽ മറ്റേ ഗാർഡിൻ്റെ ഞങ്ങൾക്ക് പോണ വഴി ഇതാണ് അല്ലേ? കടന്നു പോയിട്ട് അതെങ്ങനെ നമുക്ക് അപ്പൊ എന്നാ കാണാം. മൈ ബോസില് വീഴ്ത്തൂല്. അയ്യോ ഞാൻ ചാടിപ്പോരി. നീ അവിടെ സ്ലോ ആവുമ്പോ കൊറേ പ്രശ്നം ഓനൊന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഉച്ചയായിട്ടുണ്ട്, വിശക്കുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു നേറ്റീവ് ചേച്ചിനെ കണ്ടപ്പോൾ പറഞ്ഞത് ശനിയായ ദിവസങ്ങളിൽ നല്ലപോലെ ആൾക്കാരുണ്ടാവും. ആടിനെ തീറ്റിക്കാൻ അങ്ങോട്ട് കിടക്കാൻ പോലും പറ്റാറില്ല, അത്ര ആൾക്കാരുണ്ടാവും. മൃഗങ്ങളൊന്നും ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മാപ്പ് കാണിക്കുന്നത് ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ അപ്പുറത്താണ്. അവിടെ നിന്ന് ഒരു ധൈര്യം കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. ഒരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് ഈ വഴിക്ക് നടന്നു വരണം. വലിയ പ്രയാസമൊന്നുമില്ല, വളരെ സുഖമാണ് എത്താനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് അങ്ങനെ പറയാനില്ല. പിന്നെ ഇവിടെ വന്നിട്ട് കാണാം. എന്തെങ്കിലും പറയാനോ?